ഓണത്തിരക്കിലേക്ക് മലയാളികൾ. ഉത്രാടപ്പാച്ചിലിന് മുന്നേ നഗരത്തിൽ ജനങ്ങളുടെ വലിയ തിരക്കാണ്. എറണാകുളം ബ്രോഡ്വേയിൽ നിന്നും കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, മലയാളിയോട് ഓണം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എന്നും ഓണമാണല്ലോ എന്ന് പറയുന്ന ആ രീതിയൊക്കെ ഒരുപക്ഷെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ചിങ്ങം തുടങ്ങിയപ്പോഴല്ല, ആക്ച്വലി അതിന് മുന്നേ ഈ ഒരു മാസം കർക്കിടകം മുതലാണല്ലോ ഈ ഓഫറുകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ മുതൽ തന്നെ ഈ ഒരു ചിങ്ങത്തെ വരവേൽക്കാൻ, പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളി തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ ഈ ഉത്സവത്തെയും ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കാത്തിരിപ്പിലായിരുന്നു ഒരുപക്ഷെ മധ്യവർഗ ജീവനക്കാരടക്കമുള്ളവർ. എന്തായാലും ഉത്രാടത്തിന് മുന്നേ തന്നെ തുടങ്ങിയെന്ന് പറയാം, അല്ലേ? സ്വപ്ന, ഏതായാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഞായറാഴ്ചയാണ്. അതായത് ഓണത്തിന് മുൻപേയുള്ള അവസാനത്തെ ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച വലിയ തിരക്കാണ് ബ്രോഡ്വേയിലുള്ളത്. ഇത് പല സ്ഥലത്തും ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എറണാകുളം ബ്രോഡ്വേ ആണെങ്കിൽ പല ജില്ലകളിലും ഇത് തന്നെയാണ് സാഹചര്യം. കാരണം ഈ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം എത്രത്തോളം ജനങ്ങളാണ് ഈ ബ്രോഡ്വേയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത്രയധികം ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് തന്നെയാണ് ദൃശ്യങ്ങൾ. വളരെ കൃത്യമായി, അതായത് നേരത്തെ സ്വപ്ന സൂചിപ്പിച്ച പോലെ എല്ലാ ദിവസവും ഓണമാണെന്ന് പറയും. പക്ഷേ ഓണാഘോഷത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ കുറെ കൂടി കളറുള്ള തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ലതായി വില കുറഞ്ഞ രീതിയിൽ അത് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം ബ്രോഡ്വേ. അതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത്. ഞായറാഴ്ച സാധാരണ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥലമാണ് ബ്രോഡ്വേ. പക്ഷെ അതിനപ്പുറത്തേക്ക് വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ ഉള്ളവർ എല്ലാവർക്കും വസ്ത്രങ്ങൾ എടുക്കുന്നതിനും മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെയായി എത്തുന്ന സ്ഥലമാണ്. സാധാരണഗതിയിൽ ഓണത്തിന് വസ്ത്രങ്ങൾ മാത്രമല്ല വീടുകളിലേക്ക് വാങ്ങുന്നവർ പുതിയ പാത്രങ്ങൾ വാങ്ങും, മറ്റ് അടുക്കളയിലേക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ തന്നെ വാങ്ങും. അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പല സ്ഥലത്തും നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ കടകളിൽ ഓഫറിന്റെ ഒരു സംവിധാനമാണെങ്കിൽ ഈ എറണാകുളം മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓഫർ എന്ന നിലയിലല്ല, വളരെ വില കുറച്ച് ചെറിയ പൈസക്കൊക്കെ അത്യാവശ്യം ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ നമുക്ക് ഓണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സാധാരണ ഉത്രാടപ്പാച്ചിലാണ് ഒരു തിരക്കുണ്ടാവുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ന് ഞായറാഴ്ചയാണ്. മാത്രമല്ല ഇനി ഒരു ഞായറാഴ്ച ഓണത്തിന് മുമ്പേ കിട്ടാനില്ല. അതായത് എല്ലാവർക്കും ഒന്നിച്ച് പുറത്തിറങ്ങി സാധനങ്ങളും എല്ലാം വാങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്ക് ഇപ്പോൾ നമുക്ക് ഇവിടെ നല്ല, അതായത് വളരെ 150 രൂപയ്ക്കും 150 രൂപയ്ക്ക് 2 മുണ്ടുകൾ വരെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഒപ്പം തന്നെ 250 രൂപ 150 രൂപയ്ക്കൊക്കെ മുണ്ടുകളൊക്കെ ലഭിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കച്ചവടം അങ്ങനെ തകൃതിയായി നടക്കണം. എങ്ങനെയുണ്ട് കച്ചവടം? അടിപൊളി കച്ചവടം. എത്ര രൂപയാണ് മുണ്ടിനൊക്കെ? മുണ്ടൊക്കെ 100 രൂപ മുതലുണ്ട്. വെള്ളമുണ്ടിനാണോ വില കൂടുതലോ? വെള്ളമുണ്ട് 250 രൂപ. ഏതടത്തില്ല ഖാദി മുണ്ട് കസവിന്റെതോ നല്ല ക്വാളിറ്റിയുള്ള മുണ്ടൊക്കെ 250 രൂപ, 160 രൂപ. ഖാദി മുണ്ട് 160. നമ്മള് ഇത് കാണുന്നുണ്ട്. ഇതിന് ഇപ്പൊ തൊട്ടിപ്പുറത്ത് റെഡിമെയ്ഡ് വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അതായത് പെൺകുട്ടികൾക്കുള്ള പട്ടുപാടയും മറ്റ് ബ്ലൗസുകൾ അത് സെറ്റായിട്ട് തന്നെയാണ്. അതൊക്കെ ചെറിയ പൈസയ്ക്കാണ് എല്ലാം ലഭിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എങ്ങനെയുണ്ട്, ഓണം എത്തിയോ? അടിപൊളിയാണ്, അടിപൊളി. വളരെ വില കുറവില്ല എല്ലാത്തിനും. പൊതുവെ നല്ല അഭിപ്രായമാണുള്ളത്. ഇത്തവണ വളരെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. തുണികളൊക്കെ വാങ്ങിച്ചോ? ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? ഡ്രസ്സൊക്കെ വാങ്ങിച്ച്. ഓണം ഇത്തവണ ഓണമൊക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ല. ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ നല്ല അന്തരീക്ഷമുള്ള കാരണം കുഴപ്പമില്ല. കച്ചവടക്കാർക്ക് കച്ചവടമൊക്കെ ചെയ്യാം. ഓക്കെ. ഇവിടെ നമുക്കറിയാം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വസ്ത്രങ്ങൾ മാത്രമല്ല മറ്റ് അതിനുള്ള ആഭരണങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വാങ്ങുന്ന നിരവധി ആളുണ്ട്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുകയാണ്. ഓണം എത്തിയോ? ഓണം എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു. ഇവരൊക്കെ കുറേശ്ശെ ആയിട്ട് വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരക്കാണ് പല സ്ഥലത്തും. 100 രൂപയ്ക്കും 150 രൂപയ്ക്കും വസ്ത്രങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ബ്രോഡ്വേ. അതുകൊണ്ട് തന്നെ അത് വാങ്ങാനായി എത്തുന്നവരാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കോളേജിലെ ഓഫീസിലേക്ക്, കോളേജിലെ ഓഫീസ് ഓണാഘോഷമൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് അന്നൊരു ദിവസത്തേക്ക് 1 മണിക്കൂറേക്കോ 2 മണിക്കൂറേക്കോ മാത്രം വസ്ത്രങ്ങൾ എടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി അന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഭംഗിയുള്ള നല്ല നിറമുള്ള പ്രത്യേക രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാമെന്നുള്ളതാണ് അവർ കണക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ തിരഞ്ഞ് ആ കളറൊക്കെ കിട്ടുന്ന നോക്കി ആ വസ്ത്രങ്ങളൊക്കെ തന്നെ ഇവർ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇവരെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തി വസ്ത്രങ്ങൾ വാങ്ങുന്ന ആളുകളാണ്. ഏതായാലും വലിയ തിരക്കാണ് ബ്രോഡ്വേയിലെല്ലാം തന്നെ ഉള്ളത്. പച്ചക്കറി, അതായത് പച്ചക്കറി, പഴം, പച്ചക്കറി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വാങ്ങാനും ഒക്കെ തന്നെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓണം അത് ഉത്രാടപ്പാച്ചിൽ എന്നുള്ളതല്ല, എല്ലാ ദിവസവും ഓണമാണെന്ന് മലയാളികൾ പറയുമ്പോഴും ഈ ഓണത്തോട് അടുത്തുള്ള ദിവസങ്ങളിൽ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഒഴിവാക്കാനാവാത്ത ഒരു സംഭവം തന്നെയാണ്. അത് അവർ ആവർത്തിക്കുന്നത് തന്നെയാണ്. എന്ത് സംഭവിച്ചാലും എത്ര പണം മുടക്കിയാലും ഓണം അത് മലയാളികളുടേതാണ്. അവർ വളരെ കൃത്യമായി അത് ആഘോഷിക്കുന്നു. ഇത്തവണ ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അന്യസംസ്ഥാനക്കാരും നമ്മുടെ ഓണത്തിന്റെ ഭാഗമാണ്. അവരും ഇവിടേക്ക് എത്തിത്തുടങ്ങി വസ്ത്രങ്ങളും മറ്റും വാങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വപ്ന.